നോർത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള RRT മാനന്തവാടി വിഭാഗത്തിന് ആധുനിക ഉപകരണങ്ങൾ മന്ത്രി OR കേളു കൈമാറി. വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാനും പെട്ടെന്ന് തിരിച്ചറിയാനും സഹായിക്കുന്ന ഉപകരണങ്ങളാണ് കൈമാറിയത്. വയനാട് ജില്ലയിലെ നോർത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള മാനന്തവാടി ദ്രുതകർമ്മസേനാ വിഭാഗത്തിന് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെയും കാമ്പിയം നൈറ്റ് വർക്സിന്റെയും നേതൃത്വത്തിൽ മാനന്തവാടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സഹകരണത്തോടെ വയർലെസ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മാനന്തവാടിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി OR കേളു ഉപകരണങ്ങൾ കൈമാറി. മനുഷ്യ വന്യജീവി സംഘർഷം നിരന്തരം വർദ്ധിച്ചുവരുന്ന കാലഘട്ടത്തിൽ വയർലെസ് പോലെയുള്ള ആധുനിക ഉപകരണങ്ങൾ സംഘർഷം ലഘൂകരിക്കാൻ വലിയ സഹായകരമാകും. ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും പൂർണ്ണ പിന്തുണ വനം വകുപ്പിന് ആവശ്യമാണെന്നും മന്ത്രി OR കേളു പറഞ്ഞു. RRT സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ വന്യമൃഗശല്യം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ആധുനിക സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചടങ്ങിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുക തന്നെയാണ് ഇപ്പോൾ കരണീയമായിട്ടുള്ള ഒരു മാർഗം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. വനംവകുപ്പിന്റെ തുടർ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ആധുനിക രീതിയിലുള്ള വയർലെസ് ഉപകരണങ്ങൾ വലിയ സഹായകരമാകുമെന്ന് നോർത്ത് വയനാട് DFO KJ മാർട്ടിൻ ലോവൽ പറഞ്ഞു. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ മാനേജർ രമിത് അധ്യക്ഷനായിരുന്നു. കൈരളി ന്യൂസ്, വയനാട്.